ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഡെയിലി യൂസിന് പറ്റിയ കുർത്തകളാണ്. ഡെയിലി യൂസിന് എന്ന് പറയുമ്പോൾ കാഷ്വൽ വെയർ ആയിട്ടും നല്ലൊരു വർക്ക് വെയർ ആയിട്ടും കോളേജ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. കുർത്തകൾ മാത്രമല്ല, ഒരു കുർത്ത സെറ്റ് ഇതിൽ പെട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ തന്നെ പർച്ചേസ് ചെയ്തിരിക്കുന്നത് മീഷോയിൽ നിന്നാണ്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാം തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുർത്തകളാണ്. അപ്പോൾ നമുക്ക് കുർത്തകൾ ഓരോന്നായിട്ട് കാണാം. നേരെ വീഡിയോയിലോട്ടേക്ക്. നിങ്ങളിങ്ങനെ സീസൺ അനുസരിച്ചിട്ട് വാർഡ്രോബൊക്കെ റീഫ്രഷ് ചെയ്യാറുണ്ടോ? എങ്കിലും നിങ്ങളുടെ വാർഡ്രോബ് സമ്മർ എസെൻഷ്യൽസ് കൊണ്ട് റീഫ്രഷ് ചെയ്യേണ്ട സമയമായി. അപ്പം ഞാൻ ആക്ച്വലി ഈ ഒരു വീഡിയോ പ്ലാൻ ചെയ്തത് കോട്ടൺ ഫാബ്രിക്കിലുള്ള കുർത്തകളും ഡ്രസ്സുകളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ എനിക്ക് അങ്ങനെ കോട്ടൺ ഫാബ്രിക്കുകൾ കൂടുതൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ചില കുർത്തകളൊക്കെ നമുക്ക് സമ്മറിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ സമ്മർ എസെൻഷ്യൽ എന്ന് പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഈ ഒരു ക്ലോത്ത്സിനേക്കാളും ഒരു പടി മുന്നിലാണ് നമ്മുടെ സ്കിൻ കെയർ ഇരിക്കുന്നത്. സമ്മറിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് സൺസ്ക്രീൻ. സമ്മറിൽ മാത്രമല്ല, എല്ലാ കാലത്തും നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. പക്ഷേ എസ്പെഷ്യലി നമ്മൾ ഈ ഒരു സമ്മറിൽ നമ്മൾ ഒരിക്കലും സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത് UV റേസ് എന്നുള്ളൊരു പ്രൊട്ടക്ഷൻ മാത്രമല്ല, സൺ ബേണിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ ഹീൽ ചെയ്യാനും അതുപോലെ ഒരു പരിധി വരെ ഈ ഒരു പ്രിമച്വർ ഏജിങ് പ്രിവെൻറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പലരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വൈറ്റ് കാസ്റ്റ്, പലപ്പോഴും ഇങ്ങനെ തിക്കായിട്ടുള്ള സൺസ്ക്രീന് ഹെവി ആയിട്ട് നമ്മുടെ ഫേസിലിരിക്കുക, അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ഒരു സൺസ്ക്രീൻ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. മാമാഅർത്തിൻ്റെ ഈ ഒരു വൈറ്റമിൻ C ഡെയിലി ഗ്ലോ സൺസ്ക്രീൻ ആണ്. ഇന്ന് ഞാൻ ഈ ഒരു സൺസ്ക്രീന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ 2 ഫിംഗേഴ്സ് റൂളിലാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഈ ഒരു സൺസ്ക്രീന് അപ്ലൈ ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഡേയ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സൺസ്ക്രീനിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ ഈസി ആയിട്ട് ഗ്ലൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ സ്കിന്നിൽ, കണ്ടോ? പിന്നെ എളുപ്പം സ്കിന്നിലോട്ടേക്ക് അബ്സോർബ് ആവുന്നുണ്ട്. സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ ഫേസിൽ മാത്രമല്ല, നെക്കിലും അതുപോലെ തന്നെ നമ്മൾ വെയിലത്ത് എക്സ്പോസ് ചെയ്യുന്ന പാർട്ടിലൊക്കെ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. കണ്ടോ? നമ്മുടെ സ്കിന്ന് നല്ലോണം മോയ്സ്ചറൈസ്ഡ് ആയിട്ടും ഉണ്ട്. അതുപോലെ തന്നെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ ഉണ്ട്. നിങ്ങൾ കാണുന്നില്ലേ ഈ ഒരു ഗ്ലോ? പിന്നെ ഈ ഒരു സൺസ്ക്രീനെ പറ്റി കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ, ഇത് നോൺ ഗ്രീസി ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ്. പിന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ല. കാരണം നിങ്ങളിത് നേരിട്ട് തന്നെ കണ്ടതാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇതിൽ വൈറ്റ് കാസ്റ്റേ ഇല്ല, പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവുന്നുണ്ട്, ഗ്ലോ ഉണ്ട്, അതുപോലെ തന്നെ നല്ലോണം മോയ്സ്ചറൈസ് ചെയ്യുന്നുമുണ്ട്. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വൈറ്റമിൻ സിയും അതുപോലെ തന്നെ ടേമറിക് ആണ്. വൈറ്റമിൻ C നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാനാണ്. അതുപോലെ തന്നെ ടേമറിക് ആണെങ്കിൽ നാച്ചുറൽ ഗ്ലോ കിട്ടാനും അതുപോലെ തന്നെ ഈ സൺ ബേൺ ഒക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ ഒന്ന് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ടേമറിക് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇത് SPF 50 PA++++ സൺസ്ക്രീൻ ആണ്. പിന്നെ ഇവരിത് പറയുന്നുണ്ട് മെയ്ഡ് സർട്ടിഫൈഡ് ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ടോക്സിൻ ഫ്രീ ആണെന്ന് പറയുന്നുണ്ട്. ഇതൊരു നോൺ സ്റ്റിക്കി ഫോർമുലയിൽ വരുന്നൊരു സൺസ്ക്രീൻ ആണ്. ആൻഡ് സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക, ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്തിട്ട് കാര്യമില്ല, നമ്മളത് അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുക തന്നെ. ഇത് ബ്രോഡ് സ്പെക്ട്രം പ്രൊട്ടക്ഷൻ തരുന്നൊരു സൺസ്ക്രീൻ ആണ്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്യൂട്ട് ആവുമെന്നൊക്കെയാണ് പറയുന്നത്. എനിവേ ഇങ്ങനെ സ്റ്റിക്കി അല്ല കേട്ടോ, ഓയിലിയും അല്ല, ഗ്ലോ ഉണ്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനെ മാമാഅർത്തിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ ഓൾറെഡി യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാൻ പറ്റും.
കാരണം പലരുടെയും സജഷൻസ് അവർ കേട്ടിട്ട് ഈ ഒരു ഓണിയൻ ഷാംപൂ ഒക്കെ അവരിപ്പം ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് ഇറക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്പെഷ്യൽ കൂപ്പൺ കോഡ് ഉണ്ട്, ദീപിക 2025. ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 20% ഓഫിൽ മാമാഅർത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്നും അതുപോലെ തന്നെ മാമാഅർത്തിൻ്റെ ആപ്പിൽ നിന്നും നിങ്ങൾക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ മാമാഅർത്തിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട്, പേർപ്പിൾ ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ നിയർ ബൈ സ്റ്റോഴ്സിലും ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഞാനിത് കുറച്ച് ദിവസം യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തത്. എനിക്കങ്ങനെ ഭയങ്കര ഹെവി ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഏതൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കറക്റ്റ് പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഹോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? ഫസ്റ്റ് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് കളറിൽ വരുന്ന കുർത്ത സെറ്റാണ്. ഇന്നത്തെ വീഡിയോയിൽ ആകെ ഒരു കുർത്ത സെറ്റേ ഉള്ളൂ, അതുതന്നെയാണ് ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നതും. ഇതാണ് ആ ഒരു സെറ്റ്. ബ്ലാക്ക് കളറിൽ പ്രിന്റഡ് പാറ്റേൺസിലാണ് ഈ ഒരു സെറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം കുർത്ത നോക്കാം. ഇതിൻ്റെ ഫാബ്രിക് എന്ന് പറയുന്നത് റയോൺ ആണ്. ഞാൻ ഇത്രക്കും ഭംഗി പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ, അടിപൊളിയാണ് സംഭവം. ആൻഡ് ഇതിൻ്റെ റേറ്റ് ഞാൻ വാങ്ങിക്കുമ്പോൾ 502 രൂപയാണ്. ഞാൻ എടുത്ത സൈസ് XL ആണ്. അതുകൊണ്ട് തന്നെ എനിക്കിത് എന്താ പറയുക, ഒരുപാട് ടൈറ്റും അല്ല ഒരുപാട് അങ്ങനെ ലൂസും അല്ല. ടൈറ്റ് അല്ല, എനിവേ റെഗുലർ ഫിറ്റിൽ തന്നെ നിൽക്കുന്നുണ്ട്. നല്ല ഷേപ്പിൽ നിൽക്കുന്ന ഒരു കുർത്തയാണ്. ഈ ഒരു കുർത്ത വന്നിട്ടുള്ളത് എ ലൈൻ ഷേപ്പിലാണ് ഈ ഒരു കുർത്ത വന്നിട്ടുള്ളത്. ആൻഡ് 3/4 സ്ലീവ്സിലാണ് കുർത്ത ഉള്ളത് കേട്ടോ. ഇങ്ങനെ ഒരു ഫോൾഡബിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് പാറ്റേൺ. ഇതിൽ ഗോൾഡൻ പ്രിന്റുകളും അതുപോലെ തന്നെ നല്ല പിങ്ക് പ്രിന്റുകളൊക്കെ ഉണ്ട്. നെക്ക് നോക്കുവാണെങ്കിൽ ഇതിലൊരു ചൈനീസ് കോളർ പോലെയും ബട്ടൺ ഡൗൺ ഡിസൈൻ വന്നിട്ടുണ്ട്. മൊത്തം ഇവിടെ ബട്ടൺസ് ആണ് വരുന്നത് കണ്ടോ. എ ലൈൻ ഷേപ്പിൽ വരുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഹെമ്മ് ഫ്ലെയർഡ് ഹെമ്മാണ്. എനിവേ ഞാൻ എന്തായാലും ഇതിൻ്റെ ട്രൈ ഓൺ പാർട്ട് കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ലെങ്ത്തിൽ വരുന്ന കുർത്തിയാണ്, കാഫ് ലെങ്ത്തോളം ഉണ്ട്, നല്ല കംഫർട്ടബിളും ആണ് ഇട്ടിട്ട്. ഇനി ഇതിൻ്റെ കൂടെയുള്ള പാൻറ് നോക്കുവാണെങ്കിൽ പാൻറ്റിൻ്റെ വേസ്റ്റ് ബാൻഡ് വന്നിരിക്കുന്നത് ഫുൾ ഇലാസ്റ്റിക് ആണ്. ആൻഡ് പാൻറ് പെലാസോ പാൻറ്റാണ്. ഒരു ആങ്കിൾ ലെങ്ത്ത് വരെ കാണുമായിരിക്കും കണ്ടോ. നല്ല വിഡ്ത്ത് ഉണ്ട്. പാൻറ്റിൻ്റെ പാറ്റേൺ ഇങ്ങനെയാണ് പ്രിൻറ്റുകൾ വന്നിട്ടുള്ളത്. ഇതും നല്ല കംഫർട്ടബിളാണ് ഇടാൻ. എനിക്ക് 500-ന് ഇത് വർത്ത് ആയിട്ട് തോന്നി. ഇതിൻ്റെ റിവ്യൂസിലും ആൾക്കാർ നല്ല റിവ്യൂസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഞാൻ ഇന്ന് നോക്കുമ്പോൾ ഇത് സോൾഡ് ഔട്ടാണ്. ഇനിയിപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ എന്തായാലും ഇടാം. എനിവേ ഇത് അടിപൊളി കുർത്തയാണ് കേട്ടോ. നല്ലൊരു കാഷ്വൽ വെയർ ആയിട്ടും വർക്ക് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന. അടുത്തത് നല്ലൊരു പേർപ്പിൾ കളറിൽ ഫ്ലോറൽ പ്രിന്റുകൾ വരുന്നൊരു കുർത്തിയാണ്. ഇതാണ് കുർത്ത. ഇതിന് കളർ ചേഞ്ചസ് ഉണ്ട്. എനിക്ക് ഈ കളർ ഇഷ്ടമായതുകൊണ്ട് ഞാനിതെടുത്തു. അപ്പോൾ ഇതിലെ ഫ്ലോറൽ പ്രിന്റുകൾ എന്ന് പറയുമ്പം എംബ്രോയിഡറി ഉള്ള പ്രിന്റുകളാണ് കേട്ടോ. ഫുൾ എംബ്രോയിഡറി ആണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ എന്താ പറയുക, എല്ലായിടത്തും അല്ല, അവിടെ ഒക്കെ ആയിട്ടാണ് പ്രിന്റുകൾ ഉള്ളത്. ആൻഡ് ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ പ്രിന്റുകൾ വരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ നെക്ക് റൗണ്ട് നെക്കാണ്. സ്ലീവ്സ് വരുന്നത് 3/4 സ്ലീവ് ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആണ്. ഈ ഒരു കുർത്തക്ക് ലൈനിങ് ഉണ്ട്, കാരണം ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ട് ജോർജറ്റ് ആണ്. സ്ലീവിൻ്റെ അറ്റത്തും നല്ല എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇട്ട് കഴിഞ്ഞിട്ട്. നല്ല ലെങ്ത് ഉള്ള കുർത്തിയാണ്, സ്ട്രെയിറ്റ് കുർത്തിയാണ്, സൈഡ് സ്ലിറ്റ്സ് ഉള്ള കണ്ടോ, ലൈനിങ് കണ്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ആൻഡ് ഇതിൻ്റെ ഒരു ഫുൾ ഇതിൽ എംബ്രോയിഡറി വർക്ക് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ റേറ്റ് 481 രൂപയാണ്. ഇതിനും നല്ല റിവ്യൂസൊക്കെയാണുള്ളത്. എനിക്കും ഇട്ടിട്ട് ഇഷ്ടമായി. ഞാൻ എടുത്ത സൈസ് XL ആണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക, ടൈറ്റ് അല്ല, കുറച്ചൊരു ലൂസാണ് സംഭവം. പിന്നെ ഈ എന്താ പറയുക, സമ്മറിൽ ഇതിടാൻ പറ്റില്ല. മറ്റേത് റയോൺ ആണ് ഫാബ്രിക് ആദ്യം കാണിച്ചത്, അത് ചിലപ്പോൾ ഇടാൻ പറ്റുമായിരിക്കും. പക്ഷേ നല്ല ചൂടത്തൊന്നും ഈ ഒരു നമുക്ക് ജോർജറ്റ് ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മഴയത്തൊക്കെ ഇടാൻ പറ്റും, മഴയത്തും തണുപ്പ് കാലത്തൊക്കെ. ഏതായാലും എനിക്ക് വേർത്തായിട്ട് തോന്നിയത്.
അടുത്തത് മെറൂൺ കളറിൽ വരുന്നൊരു സിമ്പിൾ ആയിട്ടുള്ള കുർത്തിയാണ്. സിമ്പിൾ എന്ന് പറയുമ്പം ഒരുപാട് സിമ്പിൾ ഒന്നുമല്ല. ഇതിൽ അത്യാവശ്യത്തിന് ഗോൾഡൻ ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്, ഗോൾഡൻ എംബ്രോയിഡറി വർക്ക് ഉണ്ട്. കുർത്ത നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിന് മുന്നേ ഞാൻ ഇതിൻ്റെ റേറ്റ് ഒന്ന് പറഞ്ഞോട്ടെ. ഇതിൻ്റെ റേറ്റ് 287 രൂപയാണ്. അതിനെനിക്ക് ലാഭമായിട്ട് തോന്നി ഈ ഒരു കുർത്ത. ഇതിൽ മെയിനായിട്ട് വർക്ക് വന്നിട്ടുള്ളത് യോക്കിലാണ്, വി നെക്കിലാണ് ഈ ഒരു കുർത്ത വന്നിട്ടുള്ളത്. സീക്വൻസ് വർക്കും അതുപോലെ തന്നെ എംബ്രോയിഡറി വർക്കുമാണ് വി നെക്കിൽ കൊടുത്തിട്ടുള്ളത് അവർ. പിന്നെ സ്ലീവിൻ്റെ അറ്റത്ത് ഗോട്ട ഡീറ്റെയിലിങ്ങും ഉണ്ട്. പിന്നെ അവർ പറയുന്നത് ഇത് വിസ്കോസ് റയോണിലാണ് വന്നിട്ടുള്ളതാണ്. എനിക്കത് വിസ്കോസ് റയോൺ ആണെന്ന് തോന്നുന്നില്ല, പക്ഷേ ഒരു റയോൺ ബ്ലെൻഡിലാണ് ഈ ഒരു കുർത്ത. മെറൂൺ കളറിലാണ് കുർത്തയുള്ളത്. എനിക്ക് തോന്നുന്നു ഇതിനൊരു കളറ് കൂടെ ഉണ്ട്, വേറൊരു കളറിലും കൂടെ ഈ ഒരു കുർത്ത അവൈലബിൾ ആണ്. സ്ട്രെയിറ്റ് കുർത്തിയാണ്, സൈഡ് സ്ലിറ്റ്സ് ഉള്ള, ലൈനിങ് ഒന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരുപാട് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലും അല്ല, നല്ല ലെങ്ത് ഉണ്ട്. 287 കിട്ടുന്നുവെങ്കിൽ ഇത് ലാഭമാണ്. കുറച്ചൊരു ബ്ലെൻഡാണ് കേട്ടോ, റയോൺ ബ്ലെൻഡിൽ വരുന്നതാണ്. പിന്നെ ഇതിൻ്റെ പാറ്റേൺ നോക്കുവാണെങ്കിൽ സോളിഡ് പാറ്റേണിലാണ് കുർത്ത വന്നിട്ടുള്ളത്. അടുത്തത് നിങ്ങൾ യൂഷ്വലി കാണുന്ന ടൈപ്പിലുള്ള ഒരു കുർത്തയാണ്. ഇതാണ് കുർത്ത. നേവി ബ്ലൂവിൽ ഫ്ലോറൽ പ്രിന്റുകളിൽ ഒരു പാറ്റേൺ ആണ് കുർത്ത മൊത്തത്തിൽ വന്നിട്ടുള്ളത്. കുർത്ത ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് കുറച്ചൊരു കോട്ടൺ ബ്ലെൻഡ് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കോട്ടൺ ബ്ലെൻഡ് ഒരു റയോൺ, എന്തോ ഒരു ബ്ലെൻഡാണ് സംഭവം. പ്യുവറായിട്ടുള്ള കോട്ടണോ അല്ലെങ്കിൽ പ്യുവറായിട്ടുള്ള റയോണോ ഒന്നുമല്ല. നല്ല നീളമൊക്കെ ഉണ്ട് ഈ ഒരു കുർത്ത. ഇത് എക്സൽ ആണ് ഞാൻ എടുത്തത്. നിങ്ങൾ എടുക്കുന്ന സൈസിനേക്കാളും കൂട്ടിയെടുക്കുന്നതായിരിക്കും നല്ലത് ഈ ഒരു കുർത്ത പ്രിഫർ ചെയ്യുമ്പോൾ. ആൻഡ് സ്ലീവ് നോക്കുവാണെങ്കിൽ ഇതിനും ഇങ്ങനെ നമ്മൾ ഷർട്ടിൻ്റെ ഒക്കെ സ്ലീവ്സ് പോലെയാണ് വരുന്നത്. കണ്ടോ, ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുള്ള ഒരു സ്ലീവാണ് വന്നിട്ടുള്ളത്. ചൈനീസ് കോളറിലാണുള്ളത്. ഇതിലും ബട്ടൺ ഡൗൺ ഡിസൈൻസ് ഉണ്ട്. സൈഡ് സ്ലിറ്റുള്ള സ്ട്രെയിറ്റ് കുർത്തയാണ്. നല്ല ലെങ്ത് ഉണ്ട് ഈ ഒരു കുർത്തക്ക്. ആൻഡ് ഇതിൻ്റെ റേറ്റ് ഞാൻ വായിക്കുമ്പോൾ 284. ഇതിൻ്റെ മെറ്റീരിയൽ നോക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഓക്കെ ആയിട്ടാണ് തോന്നുന്നത്. അതായത് സമ്മറിൽ എന്തായാലും വേർക്കുമായിരിക്കും ഈ ഒരു കുർത്ത, കാരണം ഇതൊരു കുറച്ചൊരു ബ്ലെൻഡിൽ വരുന്നതല്ലേ. പക്ഷേ ഇതിൻ്റെ ഒരു എന്താ പറയുക, പാറ്റേണൊക്കെ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. 284 ആ ഒരു റേറ്റിന് എത്ര ഇത് നിങ്ങൾ പ്രതീക്ഷിക്കും? ക്വാളിറ്റി, ആ ഒരു ക്വാളിറ്റിയേ ഉള്ളൂ ഈ ഒരു കുർത്തക്ക്. ഓവറായിട്ടുള്ള പ്രതീക്ഷയൊന്നും വേണ്ട, നമ്മൾ കൊടുക്കുന്ന റേറ്റിനുണ്ടാവും. അപ്പം ഇത്രയും കുർത്തകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. എല്ലാ പ്രൊഡക്റ്റുകളുടെയും ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതുപോലെ തന്നെ കൂപ്പൺ കോഡും ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാനും നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലിലിടുന്ന വീഡിയോകൾ വീണ്ടും കാണുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും കാണാൻ നല്ല വീഡിയോ ആയിട്ട് അതുവരെയും ബൈ.